നിങ്ങളിപ്പോൾ ഫോട്ടോയിൽ കാണുന്ന ഈ 21 വയസ്സുകാരിക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവം, ആ സംഭവത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായി പോകുന്നത്. ഈ വീഡിയോ കാണുന്നതിൽ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടും കാണണം. ഇത് എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു കേസ് ഫയലിലേക്ക് സ്വാഗതം. ബാംഗ്ലൂരിൽ ഫാർമസിക്ക് പഠിക്കുന്ന 21 വയസ്സുള്ള സ്റ്റുഡന്റ് ആണ് യാമിനി പ്രിയ. യാമിനിയുടെ വീട് നോർത്ത് ബാംഗ്ലൂരിലെ രാമപുര എന്ന് പറയുന്ന ഒരു ഏരിയയിലാണ്. യാമിനി പഠിക്കുന്നത് ബനശങ്കരി എന്ന് പേരുള്ള മറ്റൊരു ഏരിയയിലാണ്. അപ്പോൾ രാമപുര എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് ബനശങ്കരി എന്ന് പേരുള്ള ആ ഒരു ഏരിയയിലേക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് മെട്രോ വഴിയാണ് യാമിനി പോവാറുള്ളത്. യാമിനി പഠിക്കാൻ നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. അത് മാത്രമല്ലാതെ നല്ല അച്ചടക്കമുള്ളൊരു കുട്ടിയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ ബാംഗ്ലൂരിൽ പഠിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ദുശീലങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലായിരിക്കും. എല്ലാവർക്കും ഒന്നല്ല, എന്നാൽ പൊതുവെ അങ്ങനെ കൂടുതലാണ്. കഞ്ചാവ്, ഡ്രഗ്സ്, മദ്യം, ഇങ്ങനെ ഒരുപാട് ദുശീലങ്ങൾ ഉണ്ടാവും. എന്നാൽ യാമിനിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നുമല്ല. വീട്ടിൽ നിന്നും പഠിക്കാനായിട്ട് നേരെ കോളേജിലേക്ക്, അത് കഴിഞ്ഞാൽ നേരെ തിരികെ വീട്ടിലേക്ക്. ഈ ഒരു സ്വഭാവമാണ് ആ കുട്ടിയുടേത്. യാമിനിയുടെ വീട് സ്ഥിതി ചെയ്യുന്ന ഏരിയയിൽ ആ വീടിന് അടുത്തായിട്ട് തന്നെ മറ്റൊരു വീട് കൂടിയുണ്ട്. ആ വീട്ടിലാണ് 26 വയസ്സുള്ള വിഘ്നേഷ് താമസിക്കുന്നത്. വിഘ്നേഷിന്റെ സ്വഭാവത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ വിഘ്നേഷിന് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാതെ ഒരുപാട് ക്രിമിനൽ ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ചെയ്തിട്ട് പണം സമ്പാദിക്കലാണ് വിഘ്നേഷിന്റെ പ്രധാന പരിപാടി. പൊതുവെ പോലീസ് എന്ന് പറയുമ്പോൾ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് ഒരു പേടിയും റെസ്പെക്റ്റും എല്ലാം തന്നെ ഉണ്ടാവും. എന്നാൽ വിഘ്നേഷിനെ സംബന്ധിച്ചിടത്തോളം 2019 കോവിഡ് മാരി വന്നിട്ട് ഇന്ത്യയെ മൊത്തം ആടി ഒലച്ച സമയത്ത് വിഘ്നേഷ് ചെയ്ത പരിപാടി ഒരു കോൺസ്റ്റബിളിന്റെ വേഷം ധരിച്ചിട്ട് അവിടെയുള്ള ജനങ്ങളിൽ നിന്നും പണം പിരിക്കുകയായിരുന്നു. അതായത് ഞാൻ കോൺസ്റ്റബിൾ ആണ്, നിങ്ങളിങ്ങനെ അനധികൃതമായിട്ട് നടന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവരിൽ നിന്നും പണം കളക്ട് ചെയ്യലാണ് വിഘ്നേഷ് ചെയ്തത്. അപ്പോൾ വിഘ്നേഷിന് ഈ പോലീസിനോടും നിയമത്തിനോടും എത്രമാത്രം പേടിയുണ്ട് എന്ന് നമുക്കിതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. വിഘ്നേഷും യാമിനി പ്രിയയും താമസിക്കുന്നത് ഒരേ ഏരിയയിൽ തന്നെയാണ് എന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് തന്നെ അവന് യാമിനിയോട് ഒരു താല്പര്യം ഉണ്ടായിരുന്നു. ഈ ഒരു താല്പര്യം അവൻ മനസ്സിൽ വെച്ചൊന്നും ഇരുന്നില്ല. യാമിനി പോകുന്ന വഴിക്കെല്ലാം തന്നെ ഇവൻ പുറകെ പോകും, എന്നിട്ട് ശല്യപ്പെടുത്താനായി തുടങ്ങും. തൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞു. എനിക്ക് തീരെ താല്പര്യമില്ല എന്ന് യാമിനി ഒരുപാട് തവണ പറഞ്ഞിട്ടും അവൻ അതൊന്നും കേൾക്കുന്നില്ല. ഈ പോകുന്ന വഴിക്കും നടക്കുന്ന സ്ഥലത്തെല്ലാം തന്നെ യാമിനിയുടെ കൂടെ തന്നെ നടന്നിട്ട് അവളെ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. വിഘ്നേഷിനെ സംബന്ധിച്ചിടത്തോളം യാമിനി പ്രിയയെ എങ്ങനെയെങ്കിലും വിവാഹം കഴിക്കണം, എന്നിട്ട് അവൻ്റെ ആഗ്രഹങ്ങളെല്ലാം തന്നെ തീർക്കണം. ഇത് മാത്രമായിരുന്നു അവൻ്റെ ലക്ഷ്യമുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സ്വന്തം അച്ഛനെയും അമ്മയെയും യാമിനി പ്രിയയുടെ വീട്ടിലേക്ക് അയക്കുകയാണ്. 2024 അയച്ചത്. ഇങ്ങനെ അയച്ചിട്ട് മകന് വേണ്ടിയിട്ട് കല്യാണം ആലോചിക്കാൻ വേണ്ടിയിട്ടാണ് ആ വീട്ടിലേക്ക് അയച്ചത്. ഈ ഒരു കാര്യം അറിഞ്ഞപ്പോൾ യാമിനി പ്രിയയുടെ മാതാപിതാക്കൾ ആകെ മൊത്തം ഞെട്ടിപ്പോയി. അവരെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്തു. ഒരിക്കലും നിങ്ങളുടെ മകന് ഞങ്ങളുടെ മകളെ കൊടുക്കില്ല എന്ന് അവർ ഒരുപാട് തവണ പറഞ്ഞു. മകൻ്റെ ഭീഷണി ഭയന്നാണോ അതല്ലെങ്കിൽ മകൻ്റെ ആ ഒരു ആഗ്രഹം എങ്ങനെയെങ്കിലും നടത്തി കൊടുക്കണം എന്നുള്ളത് കൊണ്ടാണോ എന്നറിയില്ല, വിഘ്നേഷിൻ്റെ മാതാപിതാക്കൾ എങ്ങനെയെങ്കിലും നിങ്ങളുടെ മകളെ എൻ്റെ മകനെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുക എന്ന് നിർബന്ധിക്കുകയാണ്. അങ്ങനെ വേറെ വഴിയൊന്നും ഇല്ലാതെ ഈ പറയുന്ന യാമിനി പ്രിയയുടെ മാതാപിതാക്കൾ അവരെ ആ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു. വീട്ടുകാർ ഒട്ടും താല്പര്യമില്ല എന്ന് പറയുകയാണ്. അതുകൂടാതെ ഈ പറയുന്ന പെൺകുട്ടിയും എനിക്ക് തീരെ താല്പര്യമില്ല, എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? മറ്റാരെങ്കിലും നോക്കുകയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ജീവിതത്തിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുകയോ വേണം ചെയ്യാൻ. അതല്ലാതെ വീണ്ടും 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 ഈ പെൺകുട്ടിയുടെ പുറകെ നടക്കാനായി തുടങ്ങി വിഘ്നേഷ് നല്ല രീതിയിൽ ശല്യപ്പെടുത്താനായി തുടങ്ങി. ആദ്യമൊക്കെ ഇഷ്ടമാണ് പറയുന്നതെങ്കിൽ ഈ ഒരു സംഭവത്തിന് ശേഷം വല്ലാതെ യാമിനി പ്രിയയെ കളിയാക്കാനായി തുടങ്ങി. വഴിയിലെല്ലാം തന്നെ തടഞ്ഞു നിർത്തിയിട്ട് എങ്ങനെയെങ്കിലും ഞാൻ നിന്നെ വിവാഹം കഴിക്കും, എൻ്റെ ലക്ഷ്യം അത് മാത്രമാണ്, നിന്നെ ഞാൻ വെറുതെ വിടില്ല, നീ എൻ്റെ കൂടെ മാത്രമേ ജീവിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്താനായി തുടങ്ങി, ഒരുപാട് ബുദ്ധിമുട്ടിക്കാനായി തുടങ്ങി. ഓഫ്ലൈനിൽ മാത്രമാണോ വിഘ്നേഷ് യാമിനിയെ ശല്യം ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. എങ്ങനെയൊക്കെയോ യാമിനിയുടെ മൊബൈൽ നമ്പർ കളക്ട് ചെയ്തിട്ട് വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുകൂടാതെ വാട്സപ്പ് വഴി വെറുതെ മെസ്സേജ് അയക്കുകയും വീഡിയോ കോൾ ചെയ്യുകയും ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് കണ്ടിന്യൂ ആയിട്ട്. അതായത് ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ല, ആ രീതിയിൽ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടേയിരിക്കുക 24 മണിക്കൂറും. സത്യം പറഞ്ഞാൽ യാമിനി പ്രിയയുടെ അവസ്ഥ എന്ന് പറയുന്നത് ശല്യം സഹിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് മാറി. തൻ്റെ വീട്ടുകാരോട് ഇങ്ങനെ ശല്യപ്പെടുത്തുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു. അപ്പോൾ വീട്ടുകാർ പറയുന്നത് എന്താ ചെയ്യുക, ചില ആൺകുട്ടികൾ ഇങ്ങനെയാണ്, നീ അതൊന്നും കണക്കാക്കണ്ട എന്ന് വിചാരിച്ചിട്ട് സമാധാനപ്പെടുത്തി വിട്ടാക്കുകയാണ്. പക്ഷേ ഇവിടെ യാമിനിക്ക് മനസ്സമാധാനമേ ഇല്ല. എപ്പോഴാണ് അവൻ ഫ്രണ്ടിലേക്ക് വന്ന് നിൽക്കുന്നതെന്ന് പേടിച്ചിട്ടാണ് പഠിക്കാനായിട്ട് പോകുന്നതും തിരികെ വീട്ടിലേക്ക് വരുന്നതും. അങ്ങനെ മാസങ്ങൾ കടന്നു പോകുന്നു. ഏപ്രിൽ മാസം 2025 യാമിനി ഇതേപോലെ തൻ്റെ പഠനമെല്ലാം തന്നെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുന്ന വഴിയാണ്. ആ വഴിയിൽ പ്രത്യേകിച്ച് അങ്ങനെ അധികം ആളുകളൊന്നും തന്നെ ഉണ്ടാവില്ല. ഇങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒട്ടും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് പുറകിൽ നിന്ന് വിഘ്നേഷ് വരികയാണ്. വന്ന പാടെ ഒരു സെക്കൻഡ് സമയത്തേക്ക് പെട്ടെന്ന് ഒരു മഞ്ഞ കളറിലൊരു കയറ്, അതിലൊരു താലിയുണ്ട്, പെട്ടെന്ന് തന്നെ യാമിനിയുടെ കഴുത്തിൽ വന്ന് കെട്ടുകയാണ്. ഇത് കെട്ടിയ പാടെ വിഘ്നേഷ് പറയുന്നത്, ഞാനിപ്പോൾ നിന്റെ കഴുത്തിൽ താലി കെട്ടിയിരിക്കുകയാണ്, നീ എൻ്റെ ഭാര്യയാണ്, ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നീ അനുസരിക്കണം, ഞാൻ പറയുന്നത് പോലെയെല്ലാം തന്നെ നീ ചെയ്തേ പറ്റൂ എന്ന് അവിടെ നിന്ന് വല്ലാത്ത
വല്ലാത്തൊരു രീതിയിൽ സംസാരിക്കുകയാണ്. ആ കുറച്ച് സമയത്തിനുള്ളിൽ തനിക്ക് എന്താണ് സംഭവിച്ചത് എന്ന് പോലും യാമിനി പ്രിയയ്ക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഇവനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് തൻ്റെ കഴുത്തിൽ ഇങ്ങനെ ഒരു താലി ഇവൻ കെട്ടിയിട്ടുണ്ട് എന്ന് പോലും ആ കുട്ടി റിയലൈസ് ചെയ്യുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ ആ ഒരു താലിമാല പിടിച്ച് വലിച്ച് പൊട്ടിച്ച് കളഞ്ഞിട്ട് അവൻ്റെ മേൽ തന്നെ എറിഞ്ഞു. എന്നിട്ട് അവരവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് അവരുടെ വീട്ടിലേക്ക് പോയി. ഈ ഒരു കാര്യം വീട്ടുകാരോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഇത് കേട്ടപ്പോൾ വീട്ടുകാർക്ക് തോന്നി എന്തായാലും അവനെ ഇനി ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. കാരണം അത്രയും വലിയൊരു അതിക്രമമാണ് ചെയ്തിരിക്കുന്നത്. ആ പെൺകുട്ടിയെ ജീവിക്കാൻ പറ്റാത്തൊരു രീതിയിലേക്ക് അവൻ മാറ്റിയിരിക്കുകയാണ്. അങ്ങനെ ഈ കുടുംബമടക്കം അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് കംപ്ലൈന്റ് എഴുതി കൊടുത്തു. ഞാൻ മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്, വിഘ്നേഷിന് പോലീസുകാരെ അത്ര വലിയ പേടിയൊന്നുമില്ല. കാരണം പോലീസുകാരുടെ തന്നെ വേഷം ധരിച്ചിട്ട് പണപ്പിരിവിന് ഇറങ്ങിയ ആളാണ്. എന്തായാലും പോലീസുകാർ ഇവനാണെന്ന് മനസ്സിലായപ്പോൾ ഇവനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. എന്നിട്ട് നല്ല രീതിയിൽ പേടിപ്പിച്ച് വിടുകയാണ്. ഒരുപാട് പോലീസുകാരൊക്കെ ചേർന്നിട്ട് നിന്നെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും, ഇനി ഈ പെൺകുട്ടിയെ ശല്യം ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിയിൽ പേടിപ്പിച്ച് വിടുകയാണ്. എന്നിട്ട് തൊട്ടടുത്തായിട്ട് ഇവനിങ്ങനെ പേടിപ്പിക്കുന്ന സമയത്ത് തൊട്ടടുത്തായിട്ട് യാമിനി പ്രിയയുടെ മാതാപിതാക്കൾ ഉണ്ടായിരുന്നു. അവരോട് പറഞ്ഞു, ഇനി ഇവൻ എന്തായാലും നിങ്ങളുടെ മകളെ ശല്യം ചെയ്യില്ല, ഞങ്ങൾ ഇവനോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്, എന്തായാലും ഇവൻ ഇനി ശല്യപ്പെടുത്തില്ല എന്നാണ് പറയുന്നതെന്ന് പോലീസുകാർ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുകയാണ്. വിഘ്നേഷ് അത് സമ്മതിക്കുകയും ചെയ്തു. ഞാൻ ഇനി ഒരിക്കലും യാമിനിയുടെ പുറകെ പോവില്ല എന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവനും സമ്മതിച്ചു. ഇതിൽ പോലീസ് ഉദ്യോഗസ്ഥർ യാമിനി പ്രിയയുടെ മാതാപിതാക്കളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളിപ്പോൾ ഇവനെതിരെ കേസെടുക്കാനായിട്ട് പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 വർഷം തടവ് മാത്രമേ ഇവന് ലഭിക്കുകയുള്ളൂ. ഈ ഒരു തടവ് കഴിഞ്ഞിട്ട് അവൻ വെളിയിലേക്ക് വരുന്ന സമയത്ത് ഈ പെൺകുട്ടിയെയും നിങ്ങളെയും വീണ്ടും ഉപദ്രവിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അവൻ ഇപ്പോൾ ഇങ്ങനെ വിടുന്നതായിരിക്കും നിങ്ങൾക്കും നല്ലത് എന്ന് പറയാണ്. സോ ഇത് കേട്ടപ്പോൾ യാമിനി പ്രിയയുടെ മാതാപിതാക്കൾ പറഞ്ഞു, അതെ, ഇവൻ ജയിലിൽ പോകണമെന്നോ അല്ലെങ്കിൽ ശിക്ഷ അവന് കൊടുക്കണമെന്നൊന്നും ഞങ്ങൾക്ക് ആഗ്രഹമില്ല. ഞങ്ങളുടെ മകളെ സമാധാനത്തോടുകൂടി ജീവിക്കാനായിട്ട് അനുവദിക്കണം. ഇവൻ ഒരിക്കലും ഞങ്ങളുടെ മകളെ ശല്യം ചെയ്യാൻ പാടില്ല. ഇത് മാത്രമാണ് ആ മാതാപിതാക്കൾ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വിഘ്നേഷിനെ വെറുതെ വിടുകയും ചെയ്തു. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ വിഘ്നേഷ് യാമിനി പ്രിയയെ ശല്യപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ കുറച്ച് മാസങ്ങൾ കടന്നു പോവുകയാണ്. എന്നാൽ സെപ്റ്റംബർ മാസത്തോടു കൂടി വിഘ്നേഷ് തൻ്റെ പഴയ പരിപാടി വീണ്ടും തുടങ്ങുകയാണ്. യാമിനി തൻ്റെ കോളേജിലേക്ക് പോകുന്ന സമയത്തെല്ലാം തന്നെ കൂടെ നടക്കുക, അതുകൂടാതെ കോളേജ് കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് അപ്പോഴും കൂടെ നടക്കുക, കോളേജിൻ്റെ ആ ഒരു ഗേറ്റിന് അവിടെ കാത്തു നിൽക്കുക, അതുകൂടാതെ ഫോണിൽ എപ്പോഴും വിളിക്കുക, വാട്സപ്പ് കോൾ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കണ്ടിന്യൂ ആയിട്ട് പഴയ പോലെ തന്നെ ചെയ്യാനായി തുടങ്ങി. ഇവിടെ ആ പെൺകുട്ടിയുടെ ഗതികേടുണ്ട്, ഇനി എന്താണ് ചെയ്യുക എന്നുള്ള ആ ഒരു ഗതികേട്. ഈ പെൺകുട്ടി നേരെ വീട്ടിൽ പോയിട്ട് അവൻ പഴയ പോലെ തന്നെ എന്നെ ശല്യപ്പെടുത്താനായി തുടങ്ങി എന്നുള്ള കാര്യം പറയുന്നു. ആ വീട്ടുകാർക്കും എന്താണ് ഇനി ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. എന്തായാലും തന്നെ ഒന്നും ചെയ്യുന്നില്ലല്ലോ ഇവർ എന്നുള്ള ആ ഒരു തോന്നല് വിഘ്നേഷ് വീണ്ടും 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 ഇവന്റെ ശല്യപ്പെടുത്തൽ നല്ല രീതിയിൽ കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ദിവസങ്ങൾ ഇതേ രീതിയിൽ വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ട് മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഒക്ടോബർ 16, 2025 ആ ദിവസം യാമിനിക്ക് 8:30 കോളേജിൽ എക്സാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 7:30 തന്നെ തൻ്റെ വീട്ടിൽ നിന്നും പുറപ്പെട്ടു. 8:30 ഈ പറയുന്ന കോളേജ് എത്തി. എക്സാമിനെ നല്ല രീതിയിൽ എഴുതി. 2:30 എക്സാം കഴിയുക. എക്സാം കഴിഞ്ഞ ശേഷം ഈ കോളേജിൻ്റെ അവിടെയുള്ള മെട്രോ സ്റ്റേഷനിൽ നിന്നും മന്ത്രി സ്ക്വയർ മാളിൻ്റെ അവിടെയുള്ള ഒരു മെട്രോ സ്റ്റേഷൻ ഉണ്ട്. ആ മെട്രോ സ്റ്റേഷനിലാണ് യാമിനി ഇറങ്ങുക. സോ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയ ശേഷം അവിടെ സ്ക്വയർ മാൾ ഉണ്ട്. അതിന് പുറകിലായിട്ട് ഒരു റെയിൽവേ ട്രാക്ക് ഉണ്ട്. ഈ ട്രാക്കിനോട് ചേർന്നിട്ട് ഒരു വഴിയുണ്ട്. ആ വഴിയിലൂടെ നടന്നിട്ട് വേണം യാമിനിക്ക് യാമിനിയുടെ വീട്ടിലേക്ക് എത്താനായിട്ട്. ആ വഴി എന്ന് പറയുന്നത് ചില സമയത്ത് മാത്രമേ നടക്കാനായിട്ട് ഒരുപാട് ആളുകൾ ഉണ്ടാവുള്ളൂ. കൂടുതൽ സമയവും അവിടെ ആളുകൾ അധികം ഉണ്ടാവാറില്ല. അങ്ങനെ ആ ദിവസം ഉച്ച കഴിഞ്ഞ് 3 മണി കഴിഞ്ഞ് നിൽക്കുന്ന ആ സമയത്ത് റെയിൽവേ ട്രാക്കിനോട് ചേർന്ന് കിടക്കുന്ന ആ വഴിയിലൂടെ യാമിനി നടക്കുകയാണ്. സാധാരണ ദിവസത്തെ പോലെ തൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് എന്ന വിചാരത്തിലാണ് യാമിനി നടന്നുകൊണ്ടിരുന്നത്. എന്നാൽ അവിടെ സംഭവിക്കുന്നത് മറ്റൊന്നായിരുന്നു. യാമിനി സാധാരണ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറകിലൂടെ ഒരു ബൈക്ക് വരുന്നതായിട്ടുള്ള ശബ്ദം അവർക്ക് നല്ല രീതിയിൽ കേൾക്കാം. ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് പെട്ടെന്ന് ആ ബൈക്ക് ക്രോസ് ചെയ്തിട്ട് പോയി. പക്ഷേ തൻ്റെ പുറകിൽ പെട്ടെന്ന് ഒരാൾ വന്ന് നടക്കുന്നത് പോലെ യാമിനിക്ക് തോന്നുകയാണ്. ആരാണ് ഈ പുറകെ പെട്ടെന്ന് എത്തിയിരിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് തിരിഞ്ഞു നോക്കുന്ന ആ സമയത്ത് തന്നെ യാമിനിയുടെ തലയ്ക്ക് ഒരു ഇരുമ്പ് വടി കൊണ്ട് അടിക്കുകയാണ്. തനിക്ക് എന്താണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് യാമിനി റിയലൈസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ വിഘ്നേഷ് യാമിനിയുടെ മുമ്പിൽ നിന്നിട്ട് മുളക് പൊടി എടുത്തിട്ട് യാമിനിയുടെ കണ്ണിലേക്ക് എറിയാണ്. എന്നിട്ട് കത്തി കൊണ്ട് യാമിനിയുടെ നെഞ്ചിലും വയറിലും കഴുത്തിലും എല്ലാവിടെയും ആഞ്ഞു കുത്തുകയാണ് പലതവണ. തനിക്കെതിരെ നടന്ന അപ്രതീക്ഷിതമായിട്ടുള്ള ഈ ഒരു ക്രൂരത സഹിക്കാൻ കഴിയാതെ യാമിനി നിലവിളിച്ച് കരയാണ്. ആ പരിസരത്തായിട്ട് കുറച്ച് ആളുകളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും ഈ ഒരു ഭാഗത്തേക്ക് ഓടി വന്നു. ഇവരെല്ലാവരും വരുന്നത് കണ്ടപ്പോൾ വിഘ്നേഷ് അവിടെ നിന്നും ഓടിയിട്ട് അവിടെ ഒരു ബൈക്ക് ഉണ്ടായിരുന്നു, നിർത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ബൈക്കിൽ കയറിയിട്ട് അവൻ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ സ്ഥലം വിട്ടുപോയി. യാമിനിക്ക് ചുറ്റും തടിച്ചു കൂടിയ ആളുകളിലെ ചിലർ പെട്ടെന്ന് തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് ഒരു കാര്യം പറഞ്ഞു. ആംബുലൻസിനെയും വിളിച്ച് വരാനായിട്ട് പറഞ്ഞു. ആംബുലൻസ് വന്നിട്ട് അതിലെ ആളുകളെല്ലാം തന്നെ ഈ ഒരു ബോഡി എടുക്കാൻ, ഈ ഒരു ശരീരം എടുക്കാൻ വേണ്ടിയിട്ട് കുനിഞ്ഞ് എടുക്കുന്ന സമയത്ത് തന്നെ ഡോക്ടേഴ്സും കൂടി ഉണ്ടായിരുന്നു. ഡോക്ടേഴ്സ് അപ്പം തന്നെ പറഞ്ഞു,
യാമിനി മരിച്ചു പോയിരിക്കുന്നു എന്ന്. പോലീസ് ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ട് ഈ പെൺകുട്ടി ആരാണെന്ന് ഐഡന്റിഫൈ ചെയ്യാണ്. ഈ കുട്ടി പഠിക്കുന്ന കോളേജിലെ ആ ഒരു ID കാർഡ് എല്ലാം തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് യാമിനിയാണെന്നും അവരുടെ മാതാപിതാക്കളെയും ഇങ്ങനെ ഒരു കാര്യം വിളിച്ചു പറഞ്ഞു. ഈ മാതാപിതാക്കൾ നിലവിളിച്ചുകൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി. ഈ സ്ഥലം, ഈ ക്രൈം സീൻ പോലീസുകാർ സെക്യൂർ ചെയ്തിട്ട് അവിടെ എല്ലാം തന്നെ നല്ല രീതിയിൽ പരിശോധിക്കുകയാണ്. കാരണം പോലീസുകാർക്ക് അറിയില്ല ഇവിടെ എന്താണ് കൃത്യമായിട്ട് സംഭവിച്ചത്, ഇന്ന ആളാണ് ഈ പ്രവൃത്തി ചെയ്തതെന്ന് പോലീസുകാർക്ക് അറിയില്ല. പട്ടാപ്പകൽ ഇതേപോലൊരു ക്രൂരത നടന്നത് കൊണ്ട് തന്നെ പോലീസുകാർക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു കേസ് സോൾവ് ചെയ്തേ പറ്റൂ. ഇല്ല എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പ്രതിഷേധമുയരും. അതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന സാമ്പിൾസ് എല്ലാം തന്നെ ഫോറൻസിക് ടീം വന്നിട്ട് കളക്ട് ചെയ്യാണ്. അതായത് മുളക് പൊടിയുടെ സാമ്പിൾ ഉണ്ടായിരുന്നു, ബ്ലഡ് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു, പിന്നെ ടയറിന്റെ ആ ഒരു ഗ്രിപ്പിന്റെ ആ ഒരു ഭാഗമെല്ലാം തന്നെ അവിടെ മണ്ണിൽ പതിഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാം തന്നെ ഫോറൻസിക് ടീം കളക്ട് ചെയ്യാണ്. പിന്നെ അവിടെ ഐ വിറ്റ്നസ് ഉണ്ടായിരുന്നു. പോലീസുകാർ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ കാര്യം, ഈ പെൺകുട്ടി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പുറകിലൂടെ ഒരു ബൈക്ക് വരുന്നുണ്ടായിരുന്നു. അതിൽ 2 ആളുകൾ ഉണ്ടായിരുന്നു. അതിൽ പുറകിലിരിക്കുന്ന ആള് ഈ പെൺകുട്ടിയുടെ പുറകിലായിട്ട് ഇറക്കി വിട്ടിട്ട് ഈ ബൈക്ക് ഓടിച്ചു പോയി. ഈ പുറകിൽ ഇറങ്ങിയ ആളാണ് ഈ കുട്ടിയെ പെട്ടെന്ന് അറ്റാക്ക് ചെയ്തതെന്ന് ഐ വിറ്റ്നസ് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അയാൾ ഒരുപാട് ദൂരെയായിരുന്നു, അയാൾക്ക് അവിടേക്ക് വരാൻ കഴിയുമായിരുന്നില്ല. എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥർ ഈ ക്രൈം സീനിൽ നിന്ന് തെളിവുകളെല്ലാം തന്നെ കളക്ട് ചെയ്തിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ യാമിനി പ്രിയയുടെ മാതാപിതാക്കൾ ഉണ്ടായിരുന്നു. അവരെല്ലാവരും നെഞ്ചു തല്ലി കരയായിരുന്നു. നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ മകളാണ് ഈ രീതിയിൽ മരിച്ചു കിടക്കുന്നത്. അവർക്ക് എങ്ങനെ സഹിക്കാനായിട്ട് കഴിയും? അത് മാത്രമല്ലാതെ അവർ ഹെൽപ്ലെസ് ആയിട്ട് നോക്കി നിന്നൊരു കാര്യമാണ്. അവർ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് ഈ പറയുന്ന വ്യക്തിയെന്ന് ഈ വീട്ടുകാർക്ക് അറിയാം. പക്ഷെ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ്. പോലീസുകാർ ഈ പറയുന്ന മാതാപിതാക്കളോട് ചോദിച്ചു, നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ എന്ന്. അവർ ഉറപ്പിച്ച് നല്ല ശബ്ദത്തോടു കൂടി തന്നെ പറഞ്ഞു, വിഘ്നേഷ് ആണ്, ഞങ്ങളുടെ ആ ഒരു ഏരിയയിൽ തന്നെ താമസിക്കുന്ന വിഘ്നേഷ് ആയിരിക്കും ഈ ഒരു ക്രൂരകൃത്യം ചെയ്തിട്ടുണ്ടാവുക എന്ന്. എന്നിട്ട് എന്താണ് ഇവർക്ക് മുന്നിൽ നടന്നത് എന്നുള്ള കാര്യമെല്ലാം തന്നെ ഈ പോലീസുകാർക്ക് വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തു. വീട്ടുകാർ തന്നെ ഇതുപോലൊരു കാര്യം പറയുന്നത് കൊണ്ട് പോലീസുകാർക്ക് മറ്റാരെയും ഇനി അന്വേഷിച്ച് പോവേണ്ട കാര്യമില്ല. അങ്ങനെ ഈ പറയുന്ന വിഘ്നേഷിനെയും, വിഘ്നേഷിന്റെ ഒരു സുഹൃത്താണ് എന്നാണ് പറയുന്നത്, വിഘ്നേഷിനെ ആദ്യം അന്വേഷിക്കുകയാണ്. ഇങ്ങനെ അന്വേഷിക്കുന്ന സമയത്ത് വിഘ്നേഷ് വീട്ടിലില്ല, അവൻ അവിടെ നിന്നും രക്ഷപ്പെട്ടിരിക്കുകയാണ്. അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പോലീസ് ഉദ്യോഗസ്ഥർ വിഘ്നേഷിന്റെ ടവർ ലൊക്കേഷൻ നോക്കുന്ന സമയത്ത് ബാംഗ്ലൂർ ബോർഡറിലാണ് കാണിക്കുന്നത്. അവിടെ വെച്ച് ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ടുണ്ട്. ഇനി അടുത്തതായി ഈ നടന്ന സംഭവത്തെക്കുറിച്ച് മറ്റെന്തെങ്കിലും തെളിവുകൾ ഉണ്ടോ എന്ന് പോലീസുകാർ അന്വേഷിക്കുമ്പോൾ ഈ പറയുന്ന സ്ക്വയർ മാൾ എന്ന് പറഞ്ഞില്ലേ, ആ സ്ക്വയർ മാളിന് പുറകിലായിട്ടാണ് ഈ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. ഈ സ്ക്വയർ മാളിൽ CCTV ഉണ്ട്. ആ CCTV ഈ പറയുന്ന വഴിയെ നോക്കിയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ ആ CCTV ഫുട്ടേജ് കളക്ട് ചെയ്തപ്പോൾ അതിൽ കൃത്യമായിട്ട് അവർ ചെയ്ത പ്രവൃത്തി പതിഞ്ഞിട്ടുണ്ടായിരുന്നു. CCTV ഫുട്ടേജിൽ നിന്നും വിഘ്നേഷ് ആണ് ഈ ക്രൂരകൃത്യം ചെയ്തതെന്ന് പോലീസുകാർക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. പിന്നെ വിഘ്നേഷിനെ സഹായിച്ച ആ ബൈക്ക് ഓടിച്ചിരുന്ന വ്യക്തി ആരാണെന്ന് നോക്കിയപ്പോൾ ഹരീഷ് ആണത്. വിഘ്നേഷിന്റെ ഉറ്റ സുഹൃത്താണ്. ഹരീഷും ഇതേപോലെ തന്നെ ഒരു ക്രിമിനലാണ്. സോ ഹരീഷും വിഘ്നേഷും ചേർന്നാണ് ഈ ഒരു കാര്യം ചെയ്തിരിക്കുന്നത്. വിഘ്നേഷും ഹരീഷും എവിടെയാണ് ഒളിഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വിഘ്നേഷിന്റെ സുഹൃത്തുക്കളെ തന്നെ, ബാക്കിയുള്ള സുഹൃത്തുക്കളെ തന്നെ പോലീസുകാർ പിടിച്ചുകൊണ്ട് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവാണ്. എന്നിട്ട് അവരെ തന്നെ നല്ല രീതിയിൽ ചോദ്യം ചെയ്യുകയാണ്. ഇങ്ങനെ അവരിൽ നിന്നും പോലീസുകാർക്ക് ഒരു കാര്യം മനസ്സിലായി. അതായത് ഈ പറയുന്ന ഏരിയയിൽ നിന്നെല്ലാം തന്നെ മാറിയിട്ട് ഒരു ചെറിയൊരു ബന്ധുവിന്റെ വീടുണ്ട് വിഘ്നേഷിന്. ആ ബന്ധുവിന്റെ വീട്ടിൽ ഇവർ 2 പേരും ഒളിഞ്ഞിരിക്കുകയാണ് എന്നുള്ളൊരു ഇൻഫർമേഷൻ പോലീസുകാർക്ക് ലഭിക്കുകയാണ്. അങ്ങനെ ഉടനെ തന്നെ പോലീസുകാർ ഈ പറയുന്ന വീട്ടിലേക്ക് പോയിട്ട് അവർ 2 പേരെയും അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. യാമിനി പ്രിയയുടെ കൊലപാതകം നടന്നിട്ട് 24 മണിക്കൂറിനുള്ളിൽ തന്നെ പോലീസുകാർ പ്രതികളെ അറസ്റ്റ് ചെയ്തു. പോലീസ് ഉദ്യോഗസ്ഥർ ഇവരെ അറസ്റ്റ് ചെയ്ത ഉടനെ തന്നെ ആദ്യം ചെയ്തത് ഇവരെ ചോദ്യം ചെയ്യുക എന്നുള്ള കാര്യമല്ല, മറിച്ച് ഇവർ അഴിച്ചിട്ട ഡ്രസ്സ്, ഈ ഒരു കൃത്യം നടക്കുന്ന സമയത്ത് അഴിച്ചിട്ട ഡ്രസ്സ് എവിടെയാണ്, ഇവർ ഉപയോഗിച്ച ബൈക്ക് എവിടെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പോലീസുകാർ ആദ്യം അന്വേഷിച്ചത്. അതെല്ലാം തന്നെ കളക്ട് ചെയ്ത് പോലീസുകാർ കൊണ്ടുവന്നു. കാരണം തുടർന്ന് അങ്ങോട്ടുള്ള നടപടിക്രമങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതെല്ലാം തന്നെ തെളിവുകളാണ്. ഇതെല്ലാം തന്നെ കൃത്യമായിട്ട് സൂക്ഷിച്ചു വെക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കേസിൽ നിന്ന് ഇവർ ഊരിപ്പോവും. തെളിവുകളെല്ലാം കൃത്യമായിട്ട് കളക്ട് ചെയ്ത ശേഷം പോലീസുകാർ അവനെ ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്ത സമയത്ത് തന്നെ വിഘ്നേഷ് സമ്മതിച്ചു, അതെ സാർ, ഞാൻ തന്നെയാണ് യാമിനിയെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയത്. എനിക്ക് അവളെ നഷ്ടമാവുന്നത് സഹിക്കാനായിട്ട് കഴിയില്ല. അത് മാത്രമല്ലാതെ മറ്റാരുടെയും അവൾ സ്വന്തമാവുന്നതും എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് തന്നെയാണ് അവളെ കൊലപ്പെടുത്തിയതെന്ന് അവൻ പോലീസുകാരോട് തുറന്നു പറഞ്ഞു. വിഘ്നേഷും കൂട്ടുകാരനായിട്ടുള്ള ഹരീഷും പോലീസുകാരോട് പിന്നെ തുറന്നു പറഞ്ഞൊരു കാര്യം എന്താണെന്ന് അറിയാമോ? യാമിനിയെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ട് മാസങ്ങളായിട്ട് ഇവർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ്. അതിനു വേണ്ടിയിട്ട് ഇവർ 2 പേരും സെപ്പറേറ്റ്, ഇവർ 2 പേരും മാത്രം അടങ്ങുന്ന ഒരു ഗ്രൂപ്പ് പോലും തയ്യാറാക്കിയിട്ടുണ്ട്. എന്നിട്ട് പ്ലാൻ ചെയ്യാണ് എവിടേക്കാണ് യാമിനി നടക്കുന്നത്, എവിടേക്കാണ് പോകുന്നത്, എപ്പോഴാണ് ബസ് ഇറങ്ങിയത്, എപ്പോഴാണ് മെട്രോ ഇറങ്ങിയത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഗ്രൂപ്പിൽ ഇവർ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇവർ ഒരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ തയ്യാറാക്കിയിട്ട് എന്തെല്ലാം ആയുധം കയ്യിൽ വെക്കണം, മുളക് പൊടി വെക്കണം, കയ്യിലൊരു കത്തി കരുതണം, പുറകിലൂടെ ഇങ്ങനെ ബൈക്കിൽ വന്നിട്ട് പെട്ടെന്ന് അവിടെ ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാം, നീ അവളുടെ പുറകിൽ നിന്നും കുത്തിയാൽ മതി എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവർ ഈ ചാറ്റിൽ
പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവർ വാട്സപ്പ് ഗ്രൂപ്പിൽ പ്ലാൻ ചെയ്ത പോലെ തന്നെ കൃത്യമായിട്ട് യാമിനി നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പുറകിൽ വിഘ്നേഷിനെ ഡ്രോപ്പ് ചെയ്യുന്നു. വിഘ്നേഷ് പുറകിൽ നിന്ന് തന്നെ യാമിനി പ്രിയയുടെ തലയ്ക്കൊരു ഇരുമ്പ് വടി കൊണ്ട് അടിച്ചു ആദ്യം. അതിനുശേഷം മുളക് പൊടി മുഖത്തേക്ക് വിതറി. ഇതും കഴിഞ്ഞിട്ട് യാമിനി നിലവിളിക്കുന്ന സമയത്ത് കത്തി കൊണ്ട് നെഞ്ചിലും വയറിലും കഴുത്തിലൊക്കെ ആഞ്ഞു കുത്തുന്നു. കൊലപ്പെടുത്തിയെന്ന് ഉറപ്പാക്കിയപ്പോൾ അവിടെ നിന്നും ഓടിയിട്ട് ബൈക്കിൽ കയറിയിട്ട് തൊട്ട് ഫ്രണ്ടിലായിട്ട് ബൈക്ക് നിർത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ബൈക്കിന്റെ പുറകിൽ കയറിയിട്ട് അവർ രണ്ടുപേരും അവിടെ നിന്നും രക്ഷപ്പെട്ടു പോകുന്നു. ഓക്കെ, പോലീസ് ഉദ്യോഗസ്ഥർ വളരെ പെട്ടെന്ന് തന്നെ ഇവർക്കെതിരെയുള്ള ഈ കുറ്റവാളികൾക്കെതിരെയുള്ള ചാർജ് ഷീറ്റ് എല്ലാം തന്നെ തയ്യാറാക്കിയിട്ട് കോടതിയിൽ ഇവരെ ഹാജരാക്കി. ഈ പറയുന്ന പ്രതികളുടെ വീട്ടുകാർ ജാമ്യം വേണം എന്ന് പറഞ്ഞിട്ട് കോടതിയിൽ പോയിട്ടുണ്ടായിരുന്നു. കോടതി പറഞ്ഞു ഇവർക്ക് ജാമ്യമൊന്നും കൊടുക്കാൻ പറ്റില്ല എന്ന്. ഇതുപോലൊരു കൊലപാതകം നടന്നു കഴിഞ്ഞാൽ IPC സെക്ഷൻ 302 ആണ് സാധാരണ രീതിയിൽ കൊടുക്കുക. എന്നാൽ പതിവിലും വ്യത്യസ്തമായിട്ട് BNS ഭാരതീയ ന്യായ സംഹിത എന്ന പേരിൽ പുതിയൊരു സെക്ഷൻ കൊണ്ടുവന്നിട്ട് ആ ഒരു കാര്യമാണ് ഇവർ രണ്ടുപേരുടെയും മേൽ ചാർത്തിയിരിക്കുന്നത്. BNS 103 എന്ന് പറയുന്നത് IPC സെക്ഷൻ 302-ന് സമാനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിലും ഉള്ളത്. പുതിയതായിട്ട് പുതിയ പേരിൽ ഇങ്ങനെ ഒരു സെക്ഷൻ വന്നത് ഞാൻ എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും ആദ്യമായിട്ട് ഈ ഒരു സെക്ഷൻ ബേസ് ചെയ്തിട്ട് ശിക്ഷിക്കപ്പെടാനായിട്ട് പോകുന്നത് ഇവരായിരിക്കും. ജീവപര്യന്തം ശിക്ഷ രണ്ടുപേർക്കും ലഭിക്കുമെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്, ഒരാൾ തന്നെ ശല്യപ്പെടുത്തുന്നു, എന്നെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല, എന്നെ മനസ്സമാധാനത്തോടെ പഠിക്കാനും ജീവിക്കാനും ഒന്നും തന്നെ അനുവദിക്കുന്നില്ല എന്ന് നിയമപാലകരുടെ മുന്നിൽ ചെന്ന് പറഞ്ഞിട്ടും അവർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. യാമിനിയുടെ വീട്ടുകാർക്ക് പോലും ഇനി എന്താണ് തങ്ങൾ ചെയ്യുക എന്ന് മകൾ ഈ ഒരു വ്യക്തിയെക്കുറിച്ച് ഒരു കംപ്ലൈന്റ് വീണ്ടും കംപ്ലൈന്റ് വീട്ടിൽ വന്ന് പറയുമ്പോൾ അവർക്ക് അറിയുന്നില്ല. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറഞ്ഞു. പോലീസുകാർ പറയുന്നു എന്തായാലും അവനെതിരെ കേസൊന്നും എടുക്കണ്ട, എടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കും, 3 വർഷം കഴിഞ്ഞിട്ട്, അതുകൊണ്ടൊന്ന് പേടിപ്പിച്ച് വിട്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അവനെ പേടിപ്പിച്ച് വിട്ടാക്കുന്നു. അതിനുശേഷം ഇത്രയും ക്രൂരമായിട്ടൊരു കൃത്യം അവൻ ചെയ്യുകയാണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് നമ്മൾ മുമ്പും പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ്. നിയമത്തോട് പേടിയില്ല, ശിക്ഷാ രീതികളോട് പേടിയില്ല. നന്നായി പഠിക്കണം, നല്ലൊരു ജോലി മേടിക്കണം, തൻ്റെ മാതാപിതാക്കളെ നല്ല രീതിയിൽ നോക്കണം എന്നെല്ലാം തന്നെ വിചാരിച്ചിട്ട് യാതൊരു കുഴപ്പവുമില്ലാതെ ജീവിച്ചു പോകുന്ന ഒരു പെൺകുട്ടിക്ക് ഈ രാജ്യത്ത് ജീവിക്കാൻ നിവർത്തിയില്ലാത്തൊരവസ്ഥ. ഇനി മാതാപിതാക്കളോട് പറയാനുള്ളത്, നമ്മൾ അങ്ങോട്ട് ഒരു പ്രശ്നത്തിനും പോയില്ലെങ്കിലും ഇങ്ങോട്ട് കയറിയിട്ട് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളാണ് ഇപ്പോൾ പൊതുവേ ഉള്ളത്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് വളർത്തുക. അവരുടെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാനായിട്ട് നിങ്ങൾ തന്നെ പരമാവധി ശ്രമിക്കുക. ഇവിടെ നമ്മളുടെ നിയമം അനുസരിച്ച് എന്തെല്ലാമാണോ ചെയ്യേണ്ടത് ആ കാര്യങ്ങളെല്ലാം തന്നെ ഈ കുട്ടിയുടെ മാതാപിതാക്കൾ ഓൾറെഡി ചെയ്തു. പക്ഷെ എന്നിട്ടും ആ പെൺകുട്ടിക്ക് ഇത് സംഭവിച്ചു എങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഉത്തരവാദി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ നിയമവും നിയമപാലകരും എല്ലാവരുമാണ്. ഇതുപോലൊരു അവസ്ഥ നമ്മളുടെ മക്കൾക്ക് വരാതിരിക്കണമെങ്കിൽ നമ്മൾ തന്നെ ഇറങ്ങി നിൽക്കേണ്ട ഗതികേടാണ്. നിയമത്തിൻ്റെ പരിരക്ഷയൊന്നും കിട്ടില്ല. ഓക്കെ, അപ്പോൾ വല്ലാത്തൊരു വിഷമത്തോടു കൂടി നമ്മളുടെ എല്ലാം നിവർത്തികേട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.